നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിനൊന്നും ഒരു മാറ്റവും വരില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അപ്പോ വെറുതെ ഇങ്ങ് പോന്നല്ലേ? വെറുതെ പോരാൻ പറ്റുമോ? കുറച്ചു ദിവസം ഞാൻ വേഷം കെട്ടി നിന്നതല്ലേ, അതിന്റെ കൂലി ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ, മോനെ, അച്ഛനെന്തോ വല്ലായ്മ കൂടിയിട്ടുണ്ട്. ഡോക്ടർമാരൊക്കെ ഓടി അകത്തോട്ട് പോയിട്ടുണ്ട്. മോനെ, നീ ഇങ്ങോട്ടൊന്ന് ചെല്ല്. നിന്നെ കാണാതുള്ള ആദ്യ അച്ഛന്. നിന്നെ കാണുമ്പോ എല്ലാം ശരിയാവും. ചെല്ല്, ചെല്ല് മോനെ, ചെല്ല്. ഇങ്ങോട്ട് ആരെയും കടത്തി വിടരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഡോക്ടർ, ഞാൻ ഇദ്ദേഹത്തിന്റെ മകന് വരും. ഓ, അച്ഛനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. മോനെ, മോനെ, എവിടെയായിരുന്നടാ നീ? സോറി അച്ഛ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ലടാ. ഡോക്ടർ, ഞാൻ ഈ പ്രസാദം അച്ഛനിട്ട് കൊടുത്തോട്ടെ. അച്ഛാ, അച്ഛനൊന്നും സംഭവിക്കില്ല. കുറച്ചു നേരത്തേക്ക് ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചല്ലോ. ഇവനാ ഡോക്ടറെ എൻ്റെ മരുന്ന്. ഇവൻ അടുത്തുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല. പുറത്തുള്ളവരെ വിളിച്ചോളൂ. ഓക്കേ ഡോക്ടർ. പേടിക്കണ്ട, മകനെ കണ്ടപ്പോ എല്ലാം ഓക്കെ ആയി. മാഡത്തിന് ഇപ്പൊ വരാം. കുഴപ്പമൊന്നുമില്ലടോ. വരുണിനെ കാണാതെ ഞാനൊന്ന് വെപ്രാളപ്പെട്ടു, അത്ര തന്നെ.
ഇപ്പൊ ഞാൻ ഓക്കെ ആടോ. നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. മരുന്നുകളെക്കാൾ മൂല്യമുള്ള ചില മാനുഷിക ബന്ധങ്ങളുണ്ട്. യു പ്രൂവ്ഡ് ഇറ്റ്. ശരത്ത്. ഹലോ. ഞാനിവിടെ വീടിന്റെ പിന്നപ്പുറത്തെ തൊഴുത്തിന്റെ അവിടെ ഉണ്ട്. പെട്ടെന്ന് വാ. ശരി, വരാം. അവിടെ നിന്നാ പോന്നേ? അതൊക്കെ അവസാനിച്ചു. ഇനിയും അങ്ങോട്ടൊരു തിരിച്ചുപോക്കില്ല. എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കാന്നല്ല എന്നോട് പറഞ്ഞേ. ഞാൻ അതും പ്രതീക്ഷിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. നമ്മുടെ പേരിലൊരു പ്രൊഡക്ഷൻ കമ്പനി, ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടത്തിലൂടെ തുടക്കം. എന്നിട്ടും അതിനൊന്നും ഒരു മാറ്റവും വരില്ല. അതിന് വേണ്ടതൊക്കെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അപ്പോ വെറുതെ ഇങ്ങ് പോന്നല്ലേ? വെറുതെ പോരാൻ പറ്റുമോ? കുറച്ചു ദിവസം ഞാൻ വേഷം കെട്ടി നിന്നതല്ല. അതിന്റെ കൂലി ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വർണവും രത്നം പതിപ്പിച്ച വളകളും എല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് അഡ്വാൻസ് ചെയ്യണം. പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യണം. അതെപ്പോഴാ? ശരത്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോ. കൊണ്ടുവന്ന സാധനങ്ങള് ഞാൻ ശരത്തിനെ ഏൽപ്പിക്കാം. അതെങ്ങനെയെങ്കിലും വിറ്റാ മതി. ഇപ്പോഴത്തൂടെ? ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് തണുക്കണം. ഞാൻ ശരത്തിനെ വിളിക്കാം. ദേ നോക്ക്, ഞാനിതൊക്കെ വിശ്വസിച്ച് മടങ്ങിയ. ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. പറഞ്ഞു പറ്റിക്കില്ലല്ലോ. എന്റെ ലൈഫിലെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമല്ല. ആരെ കൊന്നിട്ടായാലും ഞാനത് നടത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.